സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സുബൈർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗിൽ MC ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഒരു മികച്ച മീറ്റിംഗ് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ Zoom മീറ്റിംഗിൽ വളരെ സവിശേഷമായ ഒരു വ്യക്തിയെയാണ് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. കലയുടെയും സംസ്കാരത്തിന്റെയും ലോകത്ത് തൻ്റെതായ ഒരിടം കണ്ടെത്തിയ കേരളത്തിന്റെ അഭിമാനമായ കൊച്ചിൻ പാണ്ഡവാസ് എന്ന നാടൻപാട്ട് സംഘത്തിന്റെ അമരക്കാരൻ പ്രിയപ്പെട്ട ശ്രീ സുജി സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സംഗീതത്തിലൂടെയും തന്റെ നാടൻപാട്ട് പ്രസ്ഥാനത്തിലൂടെയും ഒട്ടനവധി ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് സുജി സാർ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഈ ബയോട്ടോറിയം ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. 25 വർഷത്തോളം വിദേശത്തും സ്വദേശത്തുമായിട്ട് കലാരംഗത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുജി സാർ. കലാരംഗത്ത് മാത്രമല്ല, ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ 35 ലക്ഷത്തിലധികം വരുമാനം നേടി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇന്നത്തെ മീറ്റിംഗിൽ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുജി സാറിനെ നമ്മുടെ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സുജി സാർ. താങ്ക് യു സുബർജി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാനും ഈ Zoom മീറ്റിംഗിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നെ വ്യക്തമായി കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കാവോ? വ്യക്തമായി കേൾക്കാമല്ലോ? ഓക്കെ. അപ്പോ ഈ Zoom മീറ്റിംഗിൽ പങ്കെടുത്തിട്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? എല്ലായിടത്തും നല്ലൊരു ദിനമാണെന്നും നല്ലൊരു കാലാവസ്ഥയാണെന്നും വിചാരിക്കുന്നു. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സുധീന്ദ്രൻ എന്നാണ്. സുധി എന്ന് സ്നേഹത്തോടെ ആളുകൾ വിളിക്കും. സുധി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നെട്ടൂരാണ് സ്വദേശം. എറണാകുളം ജില്ലയിലെ മരട് നെട്ടൂരാണ് സ്വദേശം. എൻ്റെ കലാരംഗത്തെ പറ്റിയൊക്കെ ഇവിടെ നമ്മുടെ സുബൈർജി വളരെ മനോഹരമായി പറയുകയുണ്ടായി. താങ്ക് യു സുബൈർജി. 25 വർഷക്കാലമായി കലാരംഗത്ത് 32 വർഷത്തിലേറെയായി. നാടൻപാട്ട് രംഗത്ത് 25 വർഷത്തോടടുക്കുന്നു. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പാണ്ഡവാസ് കൊച്ചി എന്ന നാടൻപാട്ട് സംഘത്തിലാണ് ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത്. വ്യക്തമായി കേൾക്കാമല്ലോ അല്ലെ? ശബ്ദം കൂട്ടണോ? ഓക്കെ. ക്യാമറ ഇത്തിരി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പോകണം. ഇങ്ങനെ വെക്കണോ? ഇത് മതിയോ? സെറ്റ്. ഓക്കെ. അപ്പോ 2 സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. പടം റിലീസ് ആയിട്ടില്ല. നിങ്ങള് മിക്കവാറും ആളുകൾ കേട്ടിട്ടുള്ള താരകപ്പെണ്ണാളെ എന്നുള്ള പാട്ട് അത് ആദ്യമായി പാടുവാനൊരു ഭാഗ്യമുണ്ടായി. പിന്നീട് ആണ് പല ആളുകളും അത് പാടിയത്. ഫസ്റ്റ് പാടിയത് ഞാനാണ്. പിന്നീട് മലയാളികളോ അല്ല, ലോക മലയാളികൾ തന്നെ ഏറ്റെടുക്കുകയുണ്ടായി പാട്ട്. വിദേശ രാജ്യങ്ങളായിട്ടുള്ള അറബി വരെ ഈ പാട്ട് പാടി എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. ദുബൈയിൽ നിന്നും അറബി എൻ്റെ സുഹൃത്ത് വഴി ബന്ധപ്പെട്ട് അറബി എന്നെ പാകിസ്ഥാനി പാടി കേൾപ്പിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ ദേവസി പാടിയിട്ടുണ്ട്. സംഗീതത്തിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സ്റ്റീഫൻ ദേവസി അടക്കം ഈ പാട്ട് ചാനലുകളടക്കം എല്ലാം ഒക്കെ പാടിയിട്ടുണ്ട്. ഫസ്റ്റ് പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതൊക്കെ എൻ്റെ കലാജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും അധികം നാടൻപാട്ട് ചെയ്യുന്ന സമിതി എൻ്റെതായി മാറ്റിയെടുത്തതാണത്. നമ്മുടെ വ്യക്തമായ ശക്തമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്താൽ നേടിയെടുത്തതാണെന്ന് ഏറ്റവും
പോപ്പുലർ ആയിട്ടുള്ള ടീമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ദുബായ് എയർ ഏഷ്യയുടെ റേഡിയോയിൽ അത് ഗസ്റ്റായിട്ട് പങ്കെടുക്കുക. എയർ ഏഷ്യ ഒരു അവിടുത്തെ ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വലിയ വലിയ നേട്ടങ്ങളും ചെറിയ ചെറിയ അവാർഡുകളൊക്കെ ഞാനിവിടെ പറയുന്നില്ല, ചെറിയ ചെറിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം 2022 ലഭിക്കുകയുണ്ടായി. അങ്ങനെ കൊച്ചു കൊച്ചു അവാർഡുകളും അനുമോദനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല. എൻ്റെ കലാ പ്രസ്ഥാനം, എൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഞാൻ ഇതിനു മുന്നേ ഉള്ള മീറ്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും പറയുന്നത് ആവർത്തന വിരസത ആവും എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല. എൻ്റെ പേര് സുധി, നെട്ടൂരാണ് സ്വദേശം. ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത് 2021 ഡിസംബർ 3-ാം തീയതിയാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഈ കേരളത്തിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ബിസിനസ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ശശികുമാർ എന്ന് പറയുന്ന സാറാണ്. ശശികുമാർ പാലക്കാടുകാരാണ്. നമ്മുടെ മനോജ് സാറും ഡാനി സാറും ഉത്തമൻ സാറും ഒക്കെ പ്ലാൻ കേട്ടത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നായിരുന്നു. എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഈ ബയോട്ടോറിയം എന്ന പ്രൊഡക്റ്റിനെ പറ്റിയും ബിസിനസിനെ പറ്റിയും കേൾക്കുവാൻ അവസരം ലഭിച്ചു. പക്ഷേ ഇത് ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചെയ്യുവാൻ സാധിച്ചില്ല. എന്തോ കാരണത്താൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചില്ല. കാരണം ഒത്തിരി ബിസിനസ്, ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമായിട്ട് ഇതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഡാനി സാറും നമ്മുടെ ഉത്തമൻ സാറും കൂടി, ഇതിനു മുന്നേ തന്നെ മനോജ് സാർ എന്നെ വിളിച്ചിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേടായിട്ട് കാണുന്നു. എങ്കിലും ഒട്ടും വൈകാതെ തന്നെ ഞാൻ ഈ അവസരത്തിലേക്ക് കടന്നു വന്നു. ഡാനി സാറും ഉത്തമൻ സാറും കൂടി വീട്ടിൽ വന്നു ഈ ബിസിനസ് പ്ലാൻ ഒന്നുകൂടെ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ അന്ന് ഈ നമ്മൾ കാണിക്കുന്ന ഈ ഡെമോയിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഡെമോ എന്നെ കാണിച്ചത് കൊണ്ട് തന്നെ ഇതിനു മുന്നേ ഞാൻ ഈ അവസരം വിട്ടുകളയാൻ കാര്യം. പക്ഷെ വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് ഈ ഡെമോ വീണ്ടും എന്നെ കാണിച്ചു. അപ്പോഴും ഞാൻ എതിരഭിപ്രായം പറഞ്ഞു. അവരെന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടിരുന്നു. ഉത്തമൻ സാറും ഡാനി സാറും കൂടി എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാനതിൽ പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നോട് അവർ ചോദിച്ചത് ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ മരവിപ്പോ നീർക്കെട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ പലരും കേട്ട കഥയാണ്. എങ്കിലും എന്നെ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി, എന്നെ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അതൊന്ന് വിശദീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? പറഞ്ഞോട്ടെ. മുന്നേ കേട്ടിട്ടുള്ളവര്, ബോറടിക്കുന്നവര് കുറച്ചു നേരം ഒന്ന് ബോറടിക്കണം. കാരണം കേട്ടിട്ടില്ലാത്ത, എന്നെ അറിയില്ലാത്ത ആളുകളാണ് കൂടുതലും. അപ്പോൾ എന്നെ അറിയില്ലാത്ത എല്ലാവർക്കും, അറിയുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോ എൻ്റെ കഴുത്തിൽ ഒരു വേദന ഉണ്ടായിരുന്നു. കഴുത്തിൽ തലനീറിറക്കത്തിന്റെ വേദനയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കഴുത്തിൽ ഇവിടെ ഒരു നീരുണ്ട്. തലനീറിറക്കത്തിന്റെ നീരാണ്. ഈ തലനീറിറക്കം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാല്, എൻ്റെ നാടൻപാട്ട് സംഘത്തിലെ എല്ലാവരും നല്ല മുടിയുള്ള ആളുകളാണ്. താരതമ്യേന മുടി കുറവ് എനിക്കാണ്. ഇതിനേക്കാൾ എന്തായാലും മെച്ചപ്പെട്ട മുടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അതുപോലെ അവരെപ്പോലെ തന്നെ മുടി വളർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പല പല ഇന്ദുലേഖ അടക്കമുള്ള പല പല എണ്ണകളും ഒക്കെ മാറി മാറി തേക്കുകയും, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസ് നോക്കിയിട്ട് പല പല എണ്ണകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തേച്ച് സംഭവിച്ചതെന്ന് വെച്ചാൽ തലനീറിറക്കമായി. ഈ പറഞ്ഞ നീരായി, തലനീറിറക്കമായി. അങ്ങനെ തലനീറിറക്കത്തിന് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങും, പെയിൻ കില്ലർ വാങ്ങും. പെയിൻ കില്ലർ വാങ്ങി കഴിച്ച് ഒരാഴ്ചയിൽ 2-3 തവണയൊക്കെ ഈ പെയിൻ കില്ലർ കഴിക്കും. ശ്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മുടി വളരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലതും തുടർന്നുകൊണ്ടിരുന്നു. ഒരു 3-4 വർഷം മുന്നേ എൻ്റെ മുടി മൊത്തം കൊഴിയാൻ തുടങ്ങി, മുട്ടത്തലയായി. അതൊരു കണ്ണിന് കാഴ്ച കുറഞ്ഞു. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി
ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് തിമിരമാണെന്ന് പറയും. കണ്ണിന്റെ കാഴ്ച കുറയാൻ കാര്യം തിമിരമാണ്. അപ്പോ തിമിരം തങ്ങൾക്ക്, അതായത് 47ാമത്തെ വയസ്സിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് സ്റ്റിറോയിഡ് എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നോ, അല്ലെങ്കിൽ കെമിക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം സ്റ്റിറോയിഡ് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ പെയിൻ കില്ലർ കഴിക്കുമായിരുന്നു തലനിറക്കത്തിന്റെ വേദനയ്ക്ക് വേണ്ടിയിട്ടൊന്നും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ അങ്ങനെ കിട്ടിയതാവാനാണ് സാധ്യത. എങ്ങനെയാണ് കലാരംഗത്ത് വന്നതെന്ന് കൂടി പറയണം. ഓക്കെ യൂനസ് ജി, പുതിയ ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ കലാരംഗത്ത് വന്നു എന്നുള്ള കാര്യം പറയണം. പക്ഷെ ഒരു കുറേ സമയം അതിനുവേണ്ടി എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ മെയിൻ ടീം ബിൽഡിംഗ് എന്നുള്ള ആ സംവിധാനത്തിൽ നിന്നും വ്യക്തമായി അതിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആ രംഗം പൂരിപ്പിക്കാതെ പോയത്. പറയണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ സ്റ്റിറോയിഡ് എന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇതൊന്ന്. ഞാൻ ഗൂഗിളിൽ പരിശോധിച്ചു സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്റ്റുകൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഗൂഗിളിൽ പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഗൂഗിളിൽ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് മുടി കൊഴിയും. മുട്ടത്തലയായിട്ടോ, ഇവിടെ ഒന്നും ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോട്ടോ ഇവിടെ ആരെങ്കിലും അഭിലാഷ് ജി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് നന്നായിരുന്നു. എൻ്റെ മുടി മൊത്തം കൊഴിയും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പല ബുക്കുകളിലും ഒക്കെ എൻ്റെ തല ഉള്ള പടമുണ്ട്. മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ മുടി കൊഴിഞ്ഞു, കണ്ണ് തന്നെ കാഴ്ച കുറഞ്ഞു. ഇതൊക്കെ എല്ലാം ആ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിറോയിഡിന്റെ സൈഡ് എഫക്റ്റുകൾ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡാനി സാറും ഉത്തമ സാറും കൂടി വന്നിട്ട് ഈ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ മരവിപ്പോ നീർക്കെട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴുത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ് എടുത്ത് ഇങ്ങനെ കഴുത്തിൽ കെട്ടിത്തന്നു. വീണ്ടും അവരെന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-20 മിനിറ്റ് ഏകദേശം ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പറയണ്ടായി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, വേദനക്ക് നല്ല വ്യത്യാസമുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് പറയണ്ടായി. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങണത്. വാങ്ങി അന്ന് അവർ പറഞ്ഞ് ഈ പ്രൊഡക്റ്റ് ഈ റിസ്റ്റ് ബാൻഡ് രാത്രി കെട്ടിക്കൊണ്ട് കിടന്നുറങ്ങിക്കോളൂ. ഞാൻ മാട്രസ് എൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത്. അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അമ്മയ്ക്കാണ് കൊടുത്തത്. റിസ്റ്റ് ബാൻഡ് ഞാൻ കഴുത്തിൽ കെട്ടിക്കൊണ്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വളരെ അത്ഭുതം എന്ന് തന്നെ പറയാം. വേദന 90% വേദന കുറഞ്ഞു. നീര് ഈ കാണുന്ന നീരായിരുന്നില്ല, നല്ല വലിയ നീർക്കെട്ടുണ്ടായിരുന്നു. നീർക്കെട്ടും ഒരു 90% നീർക്കെട്ടും പോയി എന്നുള്ളതാണ്. അവിടെ നിന്ന് കിട്ടിയ ഒരു വിശ്വാസമാണ് പ്രൊഡക്റ്റിനെ പറ്റി. അപ്പോൾ വിശ്വാസം വന്നു. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് തുടർന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് വിശ്വാസത്തോടെ. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഇവർ പറഞ്ഞിരുന്നു. കണ്ണിന് കാഴ്ച തെളിയാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. മുടി കിളിർക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പ് പറഞ്ഞില്ല. കാരണം അന്ന് ഈ ബയോട്ടോറിയത്തിൽ അത്ര വലിയ റിസൾട്ട് ഒന്നും കിട്ടിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഇത് സ്റ്റാർട്ടിങ് ആയിരുന്നു, ഒരുപാട് ആളുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മുടി കിളിർക്കാൻ സാധ്യതയുണ്ട്, കണ്ണിന് കാഴ്ച തെളിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ച തെളിയാൻ തുടങ്ങി. റീഡിങ് എനിക്ക് പറ്റില്ലായിരുന്നു. റീഡിങ് കണ്ണടയില്ലാതെ നമുക്ക് വായിക്കാനും ഒക്കെ പറ്റുന്ന സ്ഥിതിയിലേക്ക് വന്നു. മുടി കിളിർക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മുടി കിളിർത്തു. ഈ മൊത്തം കഷണ്ടിയായിരുന്നു ഇവിടെയൊക്കെ. താരതമ്യം എന്നാലും പഴയ മുടിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് കിട്ടിയ ഒരു വിശ്വാസത്തോടെ ഞാൻ ബിസിനസ് രംഗത്തേക്ക് പലരോടും പറഞ്ഞു നടന്നു. താങ്ക് യു. പലരോടും പറഞ്ഞു. എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഞാൻ ഡയറക്റ്റ് ചെന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചു. പക്ഷെ അവരാരും ഇതിനെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവരും, ഞാനും ആദ്യം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരും, ഞാൻ പറഞ്ഞ പലരും, ഏറ്റവും അടുത്ത ആൾക്കാരോടാണ് എൻ്റെ പറഞ്ഞത്. ഏറ്റവും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവരും, എൻ്റെ ചേട്ടനടക്കം, എൻ്റെ ബ്രദർ IR സുനിൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം സൂം കൈകാര്യം ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം അടക്കം ആരും ഇതിനെ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ പയ്യെ ഈ ബിസിനസ്സിൽ നിന്ന് മാറി ഏകദേശം 1 വർഷക്കാലോളം
ഞാൻ അത്ര ആക്റ്റീവ് അല്ലാതെ മാറി നിന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ലീഡേഴ്സുമായിട്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മാറി നിന്നു. മാറി നിന്നതിന്റെ നഷ്ടം എനിക്ക് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീട് ഈ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് ഉത്തമ സാറും ഡാനി സാറും തന്നെയാണ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ള തുടക്കകാലത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉത്തമ സാർ അടക്കമാണ്. അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും ഈ ബിസിനസ്സിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. ഒരുപാട് ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചു. എൻ്റെ ചേട്ടൻ IR സുനില്, അദ്ദേഹം ഈ അവസരത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, 10-25 വർഷമായിട്ടുള്ള ബന്ധമാണ്, അഭിലാഷ് ജി കുമ്പളങ്ങി. നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ നമ്മുടെ അഭിലാഷ് ജിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ്സിലൂടെ ഒരു 10-35 ലക്ഷത്തിനടുത്ത് രൂപ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിൽ നിന്നും ഏൺ ചെയ്തു. അതിലെല്ലാ കാര്യം ഒരുപാട് വീട്ടമ്മമാരുടെ കൈകളിലേക്കും ഒരുപാട് ആളുകളിലേക്ക് 500 മുതൽ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ വാങ്ങിയ ഒരുപാട് ആളുകളെ നമ്മുടെ കൂടെ കൂട്ടുവാനും എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ അതിൽ നിന്നുള്ള ഒരു വിജയമാണ് നമുക്കുണ്ടായത് എന്നുള്ളതാണ്. എൻ്റെ കലാരംഗത്ത് കടന്നു വരവിനെ പറ്റി പറയണോ യൂനസ് ജി? ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, അധികം ദീർഘിപ്പിക്കാതെ. ഇപ്പൊ തന്നെ 6:22 പിന്നെ അത് വിശദീകരിച്ച് പറഞ്ഞു പോയാൽ കുറെ കൂടി സമയം അപഹരിക്കും. ഇങ്ങനെ കലാരംഗത്തേക്കുള്ള കടന്നു വരവ് എന്ന് വെച്ചാല് പാടണമെന്ന് പാടും, നന്നായിട്ട് തന്നെ പാടും. ഞാൻ നന്നായി അത്യാവശ്യം നന്നായി പാടുന്ന ആളാണ്. അത്യാവശ്യം നന്നായി പാടുന്നെന്ന് സ്വയം പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നത് ചില ആൾക്കാർ. അഹങ്കാരം പറഞ്ഞ, ഒരിക്കലും അഹങ്കാരം പറഞ്ഞതല്ല. ഞാൻ ഏറ്റവും മികച്ച ആളായിട്ട് പാടുമെന്നല്ല ഉദ്ദേശിച്ചത്, നന്നായി പാടും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് നന്നായി പാടും എന്നുള്ള ബോധ്യം നമുക്കല്ലേ ആദ്യം, എനിക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഏറ്റവും മികച്ചതായിട്ട് പാടുന്ന പാട്ടുകാർ ഇവിടെ യേശുദാസും MG ശ്രീകുമാറും മറ്റൊരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിൽ നമ്മളൊന്നുമല്ല. അപ്പോ മികച്ചതായിട്ട് പാടും എന്നുള്ള, എന്നേക്കാളും മികച്ചതായിട്ട് പാടുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി പാടും. കലാഭവൻ മണിയുടെ കൂടെയൊക്കെ പാടിയിട്ടുള്ളത് എൻ്റെ സഹോദരി. ഈ കറമ്പനാളൊരു കുറുമ്പൻ എന്നുള്ള CD മണിച്ചേട്ടന് പാട്ട് പഠിപ്പിച്ചു കൊടുത്ത ഞാനാണ്. അദ്ദേഹത്തിന്റെ കൂടെ എൻ്റെ സഹോദരി പാടിയിട്ടുണ്ട്. എൻ്റെ തൊട്ടു മുന്നേ എൻ്റെ വീടിന് തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് എന്നേക്കാൾ നല്ല രീതിയിൽ പാടുമായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു അയൽവാസി, എൻ്റെ സുഹൃത്ത്, അദ്ദേഹവും എന്നേക്കാൾ നന്നായി പാടുന്ന ആളുകളായിരുന്നു. ഇവര് 3 പേരുമായിരുന്നു എൻ്റെ നാട്ടിലെ എന്നേക്കാൾ മികച്ച പാട്ടുകാരി. പക്ഷെ എൻ്റെ അത്ര ആഗ്രഹം അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അത്ര ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ലെവലിലേക്ക്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക്, അത്യാവശ്യം അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തണം എന്നുള്ള വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി എൻ്റെ ശ്രമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ഈ 3 പേരും ഇപ്പോൾ ഫീൽഡിലില്ല, ഞാൻ ഫീൽഡിലുണ്ട്. പക്ഷെ എൻ്റെ ശ്രമങ്ങൾ, ഞാൻ ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചു ചെന്ന ആ കഥയല്ലേ യൂനസ് ജി അറിയേണ്ടത്? ആദ്യമായി ചാൻസ് ചോദിച്ച് ചെന്ന തോപ്പുംപടിയിലെ പ്യാരി ജംഗ്ഷനിലെ ടാലന്റ് ഓർക്കസ്ട്ര എന്നുള്ള ഒരു ഗാനമേള ടീമിലേക്ക് പാട്ടുകാരെ ആവശ്യമുണ്ടെന്നുള്ള പത്രപരസ്യം കണ്ട എൻ്റെ കൂട്ടുകാരനാണ് അതിന് വേണ്ടിയിട്ട് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത്. അങ്ങനെ ഞാൻ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ പേര് എഴുതി വെച്ച്, സെലക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് എൻ്റെ പേര്, പക്ഷെ വിളിക്കണില്ല. നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞു വിട്ട്, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വിളി വരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാട്ടുകാരായി മാറണമല്ലോ, വലിയ പാട്ടുകാരായി മാറണമെന്നല്ല ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കോള് വരാഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും അന്വേഷിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫാണ് അവിടെ ഉണ്ടായിരുന്നത്. വൈഫ് എന്നെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പറഞ്ഞത് മറ്റൊന്നുമില്ല, പാട്ട് കൊള്ളാം, ലുക്ക് പോരെന്ന പറഞ്ഞു. പാട്ട് കൊള്ളാം, ലുക്ക് പോരെന്നുള്ള പറഞ്ഞു. കാണാൻ മികച്ചവനല്ലെന്നുള്ളത്. അവിടെ നിന്ന് എൻ്റെ കോൺഫിഡൻസ് വളരെ വിഷമിച്ചാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അതൊരു വാശിയായിട്ട് ഞാൻ എടുത്തു എന്നുള്ളതാണ്. എന്നാലും ഒന്ന് പാടിയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. അതിൽ ഞാൻ അപ്പോൾ വിഷമമുണ്ടായെങ്കിലും
കുറച്ച് ദിവസങ്ങൾ എനിക്ക് ആ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടർന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഹൈവേയിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി പോകും. ഗാനമേള വണ്ടിയൊക്കെ പോവും. നാടകക്കാരുടെ വണ്ടിയൊക്കെ പോവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരിക്കൽ ഇതുപോലെ എനിക്കും പോണം. ഒരു ഗാനമേള കേൾക്കാൻ ചെന്ന് നിൽക്കുമ്പോ വേദിയിൽ സദസ്സിലിരിക്കുമ്പോ അവിടെ ഞാൻ പാടുന്നതായിട്ട് പലപ്പോഴും ഞാൻ സങ്കല്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ തന്നെ സ്വന്തമായിട്ട് ടീം ഉണ്ടാക്കി. ഗാനമേള ടീം ഉണ്ടാക്കി. അത് വിജയിച്ചില്ല. പിന്നെ ശ്രമം നടത്തി വിജയിച്ചില്ല. പക്ഷെ പിന്നീട് നാടൻപാട്ട് രംഗത്തേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നാടൻപാട്ട് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നാടൻപാട്ട് ആസ്വാദകരുടെ ഇടയിൽ കേരളത്തിൽ എല്ലാവരും അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും നാടൻപാട്ട് ആസ്വദിക്കുന്ന ആളുകളാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ നാടൻപാട്ട് ആസ്വാദകർ വളരെ ചെറിയൊരു സമൂഹമാണ്. അതിന്റെ ഭ്രാന്തന്മാരാണ്. ചെണ്ട മേളത്തോട് ഭ്രാന്തുള്ള എല്ലാവർക്കും ഭ്രാന്തില്ല. കുറച്ച് ആളുകൾക്ക് ചെണ്ട ഭ്രാന്തുണ്ട് അല്ലെ. ആനയോട് കമ്പം എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നാടൻപാട്ടിനോട് കമ്പമുള്ള ഒരു സമൂഹമുണ്ട്. വളരെ ചെറിയൊരു സമൂഹമാണ് കേരളത്തിൽ ഉടനീളം ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ അത്യാവശ്യം ചെറുതായി അറിയപ്പെടുന്ന ഒരാളായി മാറുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ കാണാൻ ലുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ സുധിച്ചേട്ടൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതൊരു ലുക്കാണ് എന്ന് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഒരാളല്ല, ഒരുപാട് ആളുകൾ, ഒരുപാട് ആരാധകരെ വളരെ മറ്റുള്ള താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാടെന്ന് ഞാൻ പറയുന്നത് വളരെ ചെറുതായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളടക്കം നമ്മുടെ ഫോളോവേഴ്സ് ആക്കിയെടുക്കാൻ സാധിച്ചു. ചേട്ടൻ സ്റ്റേജിൽ വെറുതെ നിന്നാൽ പോലും അതിനൊരു അരങ്ങാണെന്ന് പറയുന്ന നിലയിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചു. ഇത് അഹങ്കാരം പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ ഒരു കോൺഫിഡൻസ് അത് ഞാൻ നിങ്ങളുമായിരുന്നു ഷെയർ ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് അത്തരം ചിന്തകളും അങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള വാശിയും ഒക്കെ എനിക്ക് കൂടുതൽ ഉണ്ടാക്കി തന്നത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ മുന്നേ പ്രവർത്തിച്ച കമ്പനികളിൽ പിയർലെസ് മുതൽ അത്യാവശ്യം പല കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കിട്ടിയ വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിന്നെല്ലാം കിട്ടിയ ഇതുപോലുള്ള അറിവുകൾ, നോളജുകൾ, ആത്മവിശ്വാസം, ഇതാണ് തായ്ലൻഡ് പോലും ആരാധകരുടെ. സരിതാജി, ഞങ്ങൾ തായ്ലൻഡിൽ പോയിരുന്നു. നമ്മുടെ സരിത, അതുപോലെ ഫസീല, യൂനസ് ജി, അഭിലാഷ് ജി, നമ്മുടെ ഡാനിസാറാണ് കൊണ്ടുപോയത്. ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പ് കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്ത് ഞങ്ങൾ ഇത്രയും പേര് തായ്ലൻഡ് പോയിരുന്നു. ഓക്കെ, താങ്ക് യു ജിഷില. ഓക്കെ, ആ തായ്ലൻഡ് പോയപ്പോൾ എല്ലാവരും നമ്മളോട് തായ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ചൈനീസ് ഭാഷയിലും ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് എത്തുന്നെങ്കിലും ഞാൻ എല്ലാവരോടും മലയാളമാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും മലയാളത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ പലരും ഇവർ ചെല്ലുമ്പോൾ ഡാനിസാറ് പറയും പാട്ട് മാളിൽ ചെല്ലുമ്പോൾ പോലും മാളിൽ പോയിട്ട് അവിടെ പോയിട്ട് പോലും ബോട്ടിൽ പാടി മാളിൽ പാടി നടക്കുന്ന എല്ലായിടത്തും പാട്ടാണ്. അങ്ങനെ ഒരു മാളിൽ ചെന്നപ്പോൾ അവിടെയുള്ള കടക്കാരെല്ലാവരും കൂടി കുറച്ച് പേര് അവിടെ വന്ന പർച്ചേസിങ്ങിന് വന്ന കസ്റ്റമേഴ്സ് ഒക്കെ കൂടി വളഞ്ഞ് കൂടി ഞങ്ങൾ എല്ലാവരും കൂടി പാടി. അതുപോലെ ബോട്ടിലൊക്കെ വളരെ പാടി മനോഹരമാക്കിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിത അനുഭവങ്ങൾ, സംഗീത യാത്രയിലുള്ള കാര്യങ്ങൾ. ഞാൻ വളരെ ചുരുക്കിയ പറഞ്ഞത്, കുറേ കൂടി പറയാനുണ്ട്. എന്നാലും ഇതിൽ കൂടുതൽ കിടക്കുന്നില്ല, അത് ബോറടി തന്നെ ആയിരിക്കും. എങ്കിലും ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ബിസിനസ്സിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്ക്, താങ്ക് യു പുഷ്പ മാഡം. അപ്പോൾ അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എൻ്റെ ചേട്ടൻ ഈ പ്രൊഡക്റ്റ് എടുത്തു. അദ്ദേഹത്തിന് വെരിക്കോസ് വെയിനുള്ള ഷുഗർ ഉണ്ട്, വെരിക്കോസ് വെയിനുണ്ട്, ജന്മന ശ്വാസം മുട്ടലുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ അപ്പൂപ്പന് ശ്വാസം മുട്ടുണ്ട്. അപ്പൂപ്പനിൽ നിന്നും ഇത് പകർന്നു കിട്ടിയ രണ്ട് പേർക്കാണ്. എൻ്റെ വലിയച്ഛനും എൻ്റെ ചേട്ടനുമാണ് ഈ ശ്വാസം മുട്ടല്, വലിവ് എന്ന് പറയുമ്പോൾ അത് കിട്ടിയത്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിന് നല്ല വ്യത്യാസം വന്ന് ഇപ്പോൾ ഫുൾ ടൈം ഇൻഹേലർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഒന്നുകൂടി പറയണമെന്നുള്ളൂ. അപ്പോൾ ഫുൾ ടൈം ഇൻഹേലർ ഉണ്ടാവും. ഈ ഇൻഹേലർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അദ്ദേഹം. അതിൽ വെരിക്കോസ് വെയിൻ വന്ന് കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മുറിവുള്ള കാല് എപ്പോഴും വെള്ളക്കെട്ടുണ്ടാവും.
എപ്പോഴും വേനൽക്കാലത്തും വെള്ളക്കെട്ടായിരിക്കും. അപ്പൊ ഈ വെള്ളക്കെട്ടുമായി എപ്പോഴും ഇങ്ങനെ നടക്കും. ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ അംഗീകരിക്കുകയില്ല. പക്ഷെ കുറെ നാൾ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടടക്കം പറഞ്ഞു. പക്ഷെ എന്നിൽ വന്ന ചില മാറ്റങ്ങളും, എന്റെ മുടി കിളിർത്തതും, എന്നിൽ വന്ന പല പല മാറ്റങ്ങളും, എന്റെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ചും, എന്റെ അമ്മ ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും പിന്നീട് ഞാൻ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പഠിച്ച് എന്റെ ലീഡേഴ്സിനെ കൊണ്ട് ഇദ്ദേഹത്തോട് ഈ പ്ലാൻ പറഞ്ഞു. അങ്ങനെ ആണ് അദ്ദേഹത്തിന് പൂർണ്ണമായി ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇതിലേക്ക് കടന്നു വന്നത്. സംഭവിച്ചെന്താ വെച്ചാൽ വെരിക്കോസ് വെയിൻ മൂലം കാല് മുറിഞ്ഞിട്ട് മുറിവ് ഉണങ്ങാത്ത അവസ്ഥയിൽ നിന്ന് മാറി. കാല് മുറിവ് ഉണങ്ങി. അഥവാ നേരത്തെയൊക്കെ മുറിവ് എങ്ങനെയെങ്കിലുമൊക്കെ സുധാറിന് കൂടുതൽ എന്തോ വായിക്കാൻ പറ്റില്ല കൂടുതൽ. അപ്പോ വെരിക്കോസ് വെയിൻ കാല് മുറിഞ്ഞ് മുറിവ് ഉണക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ പൊടിക്കൈയൊക്കെ ചെയ്ത് മുറിവ് ഉണക്കും, വീണ്ടും മുറിയും, വീണ്ടും മുറിവ് ഉണങ്ങും, വീണ്ടും മുറിയും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോ മുറിവ് ഉണങ്ങി, പിന്നീട് മുറിഞ്ഞിട്ടില്ല. ഇടയ്ക്കൊരു തവണ മുറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുകയുണ്ടായി. അപ്പൊ അതിലാണ് പിന്നെ ഷുഗർ ഏകദേശം കൺട്രോൾഡ് മാറിയെന്നല്ല കേട്ടോ പറയുന്നത്, ഷുഗർ കൺട്രോൾഡായി, ശ്വാസം മുട്ടൽ ഇല്ല. അതുപോലെ എൻ്റെ അച്ഛനൊക്കെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അച്ഛനും മുടി വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഈ മാട്രസിലായിരുന്നു കിടന്നത്, കയ്യില് ഫുൾ ഷേവ് ഉണ്ടാവും, കുഴഞ്ഞു വീണിട്ടുണ്ട്. നിരവധി തവണ അറ്റാക്ക്. സാധാരണ പറയുന്നത് 3 തവണ ആണ് അറ്റാക്ക് വരുന്നത് പറഞ്ഞത്. പക്ഷെ അച്ഛൻ അതിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വിശ്വസിക്കില്ല, തള്ളണയാണെന്ന് വിചാരിക്കും. നമ്മളിത് പറയുമ്പോൾ തള്ളണയാണെന്ന് വിചാരിക്കും. പക്ഷെ എൻ്റെ അച്ഛനെ നേരിട്ട് വന്ന് ചോദിച്ചറിയാൻ മതി. പല തവണ, മിക്കവാറും സമയങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോവും. നമ്മൾ പ്രൊഡക്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് ഒരുപാട് പലതവണ ഈ അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പോ അതുപോലെ എൻ്റെ സഹോദരിക്ക് വന്ന മാറ്റങ്ങൾ, എൻ്റെ മറ്റൊരു സഹോദരിയുടെ 2 മക്കൾക്ക് ഷുഗർ, അങ്ങനെ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ വിശ്വാസം വന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസം വന്നതുകൊണ്ടാണ്. നമുക്കിനി കണ്ടന്റിലേക്ക് കടക്കാം. അപ്പൊ ടീം ബിൽഡിംഗ് എന്നുള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് വിളിച്ച് പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രിപ്പയർഡ് അല്ല ഞാൻ. എങ്കിലും എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ, ടീം ബിൽഡിങ്ങിന് എന്താ പറയണ, ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കച്ചവടം നടത്തണം. നമ്മൾ ആളുകളെ ഇതിലേക്ക് എൻറോൾമെന്റ് ചെയ്യിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ചെയ്യണത്, പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും, വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്, ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കൊന്നും കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നമുക്ക് ഏറ്റവും അടുത്ത സർക്കിൾ ഉണ്ട് അല്ലെ, 2-3 സർക്കിൾ ഉണ്ട്. ഏറ്റവും ഫ്രണ്ട് സർക്കിൾ, ഏറ്റവും അടുത്ത ബന്ധുവലയം അല്ലെങ്കിൽ സുഹൃത്തുക്കള്, തൊട്ടയൽവാസികൾ, കുറച്ച് അകന്ന ബന്ധുക്കള്, അകന്ന സുഹൃത്തുക്കള്, അകന്ന അയൽവാസികളും ഒക്കെ. അതുപോലെ ഹലോ ഹായ് അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത, കൂടെ പണ്ട് പഠിച്ച ആൾക്കാരും എവിടെയൊക്കെ പരിചയമുള്ള ആൾക്കാരും ഒക്കെ, ജസ്റ്റ് 2 ദിവസം മുന്നേ പരിചയപ്പെട്ട ആൾക്കാരും, അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാല് നമ്മളെല്ലാവരും തന്നെ പറയണം, നമ്മൾ ഭൂരിപക്ഷം ആളുകളും ഈ പ്രൊഡക്റ്റുമായി ചെല്ലുന്നത് നമ്മൾ ഇന്നലെ കണ്ട് പരിചയപ്പെട്ട ആളുകളിലേക്കും, അല്ലേ, നമുക്ക് അത്ര ബന്ധമില്ലാത്ത ആളുകളിലേക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ എന്നുള്ളത്. ഞാൻ പോയത് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്ക്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുത്തിട്ടുള്ള, ഏറ്റവും ആത്മബന്ധമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത ബന്ധുക്കള്, ഏറ്റവും അയൽവാസികൾ, ഇവരിലേക്കൊന്ന് പോയി നോക്കിയേ, നിങ്ങൾ റിസൾട്ടിൽ മാറ്റം വരുന്നത് കാണാൻ കഴിയും. അതിന് പോകണമെങ്കിൽ ഇതിൽ വിശ്വാസം വേണം. ഇതിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിലവിലുള്ള ഒരു സ്ട്രാറ്റജി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തിനാണ് ടീം ബിൽഡ് ചെയ്യണത്? ടീം ബിൽഡിങ്ങിന്റെ പ്രാധാന്യം പറയാവോ? ചാറ്റ് ബോക്സ്
ഞാൻ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കണല്ലേ കേട്ടാ. സുധി സാറിന് കൂടുതൽ അറിയാൻ കഴിഞ്ഞതിയ സന്തോഷം, ആശംസകൾ. ഓക്കെ, താങ്ക് യു. ഒന്ന് പറഞ്ഞു പോവോ, എന്തിനാണ് ടീം ബിൽഡിംഗ് ചെയ്യണത്? ഇതിന്റെ ആവശ്യമുണ്ടോ? ടീം ബിൽഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? പാസീവ് ഇൻകം, ഓക്കെ. ഷാജി സാറ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പാസീവ് ഇൻകം, ഓക്കെ. അധിക വരുമാനം, ഓക്കെ. ബാബു കൊട്ടക്കൽ, ഓക്കെ, താങ്ക് യു സർ. അധിക വരുമാനം, ഓക്കെ, കറക്റ്റ്. അപ്പോ ഈ പാസീവ് ഇൻകം അധിക വരുമാനം തന്നെയാണ്. അതെ, ഇതിൽ രണ്ട് ടോപ്പിക് വെച്ച് നമുക്കൊന്ന് ഏകദേശം കാര്യങ്ങൾ പറയാം. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. നമ്മൾ പാസീവ് ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ അസാന്നിധ്യം ടീം ബിൽഡിംഗ് ചെയ്താലേ നമ്മുടെ ബിസിനസ് വിജയിക്കാൻ പറ്റുകയുള്ളൂ. സരിതാമിജം, ഓക്കെ. ടീം ബിൽഡ് ചെയ്താലേ നമ്മുടെ ടീമിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പാസീവ് ഇൻകത്തെ പറ്റിയും ആക്റ്റീവ് ഇൻകത്തെ പറ്റിയും നമുക്ക് സംസാരിക്കാം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യുന്ന തിയറിയാണ് പാസീവ് ഇൻകം. നമ്മുടെ അസാന്നിധ്യത്തിൽ പോലും, നമ്മുടെ കൂടുതൽ എഫേർട്ട് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും കൂടുതൽ എഫേർട്ട് ഇല്ലാതെ വരുമാനം കിട്ടുന്ന ആ ഒരു രീതിയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇന്നിപ്പോ സാധാരണ നമ്മളെല്ലാവരും ജോലി എടുക്കുന്ന ആളുകൾ, ജോലിക്കാർ ഒരിക്കലും പാസീവ് ഇൻകം അല്ല, അത് ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം നമ്മൾ ആക്റ്റീവ് ആയിരുന്നാൽ മാത്രം ലഭിക്കുന്ന ഇൻകമാണ്. നാളെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് കൂടുതലും നല്ല മഴയുള്ള ദിവസമാണ്, ഇന്ന് ഞാൻ ജോലിക്ക് പോയില്ല, ഇന്ന് എനിക്ക് ഇൻകവുമില്ല, അല്ലേ? ഇന്ന് എനിക്ക് പനി പിടിച്ച് അല്ലെങ്കിൽ അസുഖം പിടിച്ച് കിടന്നാൽ ഇന്ന് എനിക്ക് വരുമാനമില്ല. പക്ഷെ പാസീവ് ഇൻകം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോയില്ലെങ്കിലും ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സിസ്റ്റം, ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആണെങ്കിലും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, ഏതൊരു ബിസിനസ്സും പാസീവ് ഇൻകം തരുന്നതാണ്, ഏത് ബിസിനസ്സും. അപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഇൻകമാണ് പാസീവ് ഇൻകം. നമ്മളിവിടെ ടീം ബിൽഡിങ്ങിൽ നല്ലൊരു ശക്തമായ ഒരു ടീം ചെയ്താൽ മാത്രമേ നമുക്ക് പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ലെഫ്റ്റില് 100 PV, റൈറ്റിൽ 100 PV, ഫാമിലി ബോണസ്. നമ്മുടെ ഇൻകം ഓരോ ദിവസവും കൂടിക്കൂടി ടീം അത്യാവശ്യമാണ്. ഓക്കെ, ബുഷ്റ ബിവി, താങ്ക് യു. അപ്പോൾ ലെഫ്റ്റിലും ഒരു 100 PV, റൈറ്റിൽ 100 PV, ഫാമിലി ബോണസ്. നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാവരും അഭിനന്ദനം കയ്യടിയൊക്കെ വാങ്ങും. ഈ കയ്യടിയും അഭിനന്ദനങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതില് നമ്മുടെ ഫാമിലി ബോണസിൽ ഫോക്കസ് ചെയ്താൽ ഒരിക്കലും ടീം ബിൽഡ് ആവില്ല. അപ്പോൾ അത് ആക്റ്റീവ് ഇൻകം. നമ്മളുണ്ടെങ്കിൽ ഫാമിലി ബോണസ് കിട്ടും, നമ്മൾ ഇല്ലെങ്കിൽ, നമ്മൾ ഇന്ന് വർക്കിന് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇൻകം ഇല്ല. പക്ഷെ നമുക്ക് ഇന്ന് വർക്കിന് ഇറങ്ങിയില്ലെങ്കിലും നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ ശക്തമായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ശക്തമായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം എന്നുള്ള ബിസിനസ്സിൽ ഏറ്റവും പ്രധാനം ടീം ബിൽഡിംഗ് തന്നെയാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, ഈ കാലം ഇത്രയായെങ്കിലും 3-3.5 വർഷമായി ഇത് കേരളത്തിലേക്ക് വന്നിട്ടെങ്കിൽ പോലും ഇത് ശക്തമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുവരെ ഈ ബയോട്ടോറിയം പോയിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. മുന്നേ നിന്നിട്ടുള്ള പല ആളുകളും മോട്ടിവേഷനിലൂടെയാണ് ഈ ബിസിനസ് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. മോട്ടിവേഷൻ അത്യാവശ്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ അത്യാവശ്യം തന്നെയാണ്. പക്ഷെ മോട്ടിവേഷൻ മാത്രമായി പോയാൽ ഒരിക്കലും ഒരു ടീം ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, നമ്മൾ ലേണിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നേ പങ്കെടുത്തിട്ടുള്ള പല NDO പ്രോഗ്രാമുകളിലും നമ്മുടെ വളരെ ശക്തന്മാരാണെന്ന് അവകാശപ്പെട്ടിരുന്നവരെല്ലാവരും ഉറങ്ങുന്ന സമയത്തും കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നൊരു സിസ്റ്റമാണ് പാസീവ് ഇൻകം. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ NDOകളിലെല്ലാം തന്നെ മോട്ടിവേഷനാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു NDO അറ്റൻഡ് ചെയ്ത് വരുന്ന പുതിയ ഒരാൾക്ക് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ NDOയിൽ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു.
അപ്പോൾ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് നമ്മൾ സിസ്റ്റം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനോജ് സാറിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ഡാനി സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ, അഭിലാഷിയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ ആകമാനം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് ആരൊക്കെ വരുന്നു എല്ലാവരും ഈ ബിസിനസ്സിലൂടെ വലിയ ലെവലിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ കണ്ടിട്ടുള്ളത്, പോരായ്മയല്ല, അത് മേന്മയാണ്, എന്നാലത് പോരായ്മയാണ്. പ്രൊഡക്റ്റ് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പതിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല, അല്ലേ? യാതൊരുവിധ തർക്കമില്ല. പ്രൊഡക്റ്റ് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിന്റെ മേന്മ കൊണ്ടാണ് ഇവിടെ ഈ നടക്കുന്ന കച്ചവടങ്ങളെല്ലാം. ഈ പ്രൊഡക്റ്റിന്റെ മേന്മ കൊണ്ടാണ്, സിസ്റ്റത്തിന്റെ മേന്മയല്ല. ബിസിനസിന് അബ്ദു ഓക്കെ, താങ്ക് യു സാർ. പണവും കിട്ടും, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, ടീം ബിൽഡ് ചെയ്താല് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, ഒരുപാട് നാടുകളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ പുതിയ പുതിയ ആളുകളെ കാണുവാനൊക്കെ ഈ അവസരത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ മേന്മ കൊണ്ട്, പ്രൊഡക്റ്റിന്റെ കഴിവ് കൊണ്ട് നടക്കുന്ന കച്ചവടമല്ലാതെ ഈ സിസ്റ്റത്തിന്റെ പവർ കൊണ്ട് കാര്യമായി ഇതുവരെ കച്ചവടം നടന്നിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ബിസിനസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മനോജ് സാറും മറ്റുമൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു ടീം KBC, കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്നുള്ള നമ്മുടെ ടീം എല്ലാവരും ഇന്നലെ നമ്മുടെ റാഷിദ് സലീം സാറ് പങ്കെടുത്ത അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ഉണ്ടായി, കോർ ടീം മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ മനോജ് സാറ് ഇത് വരികയാണെങ്കിൽ അദ്ദേഹം വിവരിക്കുന്നതാണ്. എങ്കിലും ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്, കേരളത്തിലെ ഓരോ ജില്ലകളിലും നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്ന ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും മീറ്റിംഗ് സെന്ററുകളും കോളേജ് ക്ലാസ്സുകളും അടക്കം നമ്മുടെ റാഷിദ് സലീം സാറിന്റെ നേതൃത്വത്തിൽ, മനോജ് സാറിന്റെ, ഡാനി സാറിന്റെ എല്ലാവരും നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ഇത്രയും പ്രോഗ്രാമുകൾ വരികയാണ്. ഒരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ആകുകയാണ്. സിസ്റ്റത്തിലൂടെ അല്ലാതെ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യൽ സാധ്യമല്ല. അപ്പോൾ ബയോട്ടോറിയത്തിൽ സംബന്ധിച്ചത് പ്രൊഡക്റ്റിന്റെ മേന്മ കൊണ്ട് ഒരുപാട് കച്ചവടം നടന്നു, ഒരുപാട് വർക്കിംഗ് അവർ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പൊ അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ടീം വർക്കിലൂടെ, ടീം ബിൽഡ് ചെയ്താൽ. കാരണം നമ്മളെല്ലാവരും ഒരു 8 മണിക്കൂറോ 2 മണിക്കൂറും കൂടി ഓട്ടി നിന്നാലോ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് അതിന്റെ ഒരു വരുമാനം, അതിന്റെ കൂലി ആയിട്ട് നമ്മൾ വാങ്ങുന്നു. നമ്മൾ അത്യാവശ്യം ജീവിതം കഴിഞ്ഞു പോകുന്നു. ഒരിക്കലും നമുക്ക് വലിയ ലെവലിലേക്കോ അല്ലെങ്കിൽ മറ്റു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ ഇവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്കിംഗ് അവർ, ഞാനിപ്പോൾ ഒറ്റക്ക് ഇതിലേക്ക് വർക്ക് തുടങ്ങിയാണെങ്കിൽ എൻ്റെ വർക്കിംഗ് അവർ മാത്രമേ ഉള്ളൂ. ഞാനൊരു 100 പേരുടെ ടീമായാൽ, ഒരു 1000 പേരുടെ ടീമായാലും 1000 പേരും ഓരോ മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ പോലും എൻ്റെ ഒരാളുടെ വർക്കിംഗ് അവർ 1000 വർക്കിംഗ് അവർ ആയി ഉയരുന്നു എന്നുള്ളതാണ്. ഇത് വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ ചെയ്യുന്ന സെയിം തിയറിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒറ്റക്കൊരിക്കലും വർക്കിംഗ് അവർ കൂട്ടാൻ പറ്റില്ല. വർക്കിംഗ് അവർ എന്താണോ അതാണ് നമ്മുടെ വരുമാനം, അല്ലേ? റിലയൻസ് എന്നുള്ള ഇൻഡസ്ട്രിയിൽ 5 ലക്ഷത്തിലധികം ആളുകൾ ഇൻറ്റു 8 മണിക്കൂർ പണിയെടുക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്. അത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, നമുക്ക് വേണ്ടിയല്ല. റിലയൻസിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ റിലയൻസിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഇതിന്റെ വർക്കിംഗ് അവർ റിലയൻസിന്റെ അംബാനി ഗ്രൂപ്പിൻ്റെതായി മാറുന്നത് കൊണ്ടാണ് അവരുടെ വർക്കിംഗ് അവർ വർദ്ധിച്ചു വരുന്നു. അവരുടെ വർക്കിംഗ് അവർ കൂട്ടണമെങ്കിൽ വീണ്ടും കുറെ ആളുകളെ കൂടി, അധികം ആളുകളെ അവർ അവരുടെ സ്റ്റാഫുകളായി തിരഞ്ഞെടുക്കുന്നു. അവരുടെ വർക്കിംഗ് അവർ വീണ്ടും കൂട്ടുന്നു. അവർ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നർ എന്ന നിലയിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കുന്നത് വർക്കിംഗ് അവർ കൂട്ടുന്നതുകൊണ്ടാണ്. നമുക്കൊരിക്കലും ആ രംഗത്തേക്ക് ഉയരാൻ സാധിക്കാത്തത് നമ്മുടെ വർക്കിംഗ് അവർ കൂടുന്നില്ല. 24 മണിക്കൂർ ഉള്ളതിലാണ് നമ്മൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി എടുക്കുന്നത്. മാക്സിമം പോയാൽ 24 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് നല്ല എനർജിയും നല്ല പണവും നല്ല സന്തോഷവും ആരോഗ്യം കിട്ടും. ശോഭനാക്കി, താങ്ക് യു. നല്ല എനർജിയും സന്തോഷവും പണവും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫുൾ എനർജറ്റിക് ആയിരിക്കും. കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴും അവരോടൊക്കെ ഇടപഴകുമ്പോഴും ഒക്കെ പുതിയ പുതിയ സംസ്കാരങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ്, ഇത് മാഗ്നറ്റിക് പ്രൊഡക്റ്റ്, അതുപോലെ അൾട്രാബറി ജ്യൂസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യവും
മെച്ചപ്പെടും. അതുപോലെ ഹെൽത്തും വെൽത്തും, നമുക്ക് ആരോഗ്യം മെച്ചപ്പെട്ടാലും ബാക്കി നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ളതാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അപ്പൊ ഹെൽത്തും അതുപോലെ വെൽത്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരു സാധാരണക്കാരന് അസാധാരണക്കാരായിട്ട് ആ നിലയിലേക്ക് ഉയരാൻ പറ്റുന്ന ലോകത്തുള്ള ഒരേ ഒരു മാർഗം. വർക്കിംഗ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, അതായത് സാധാരണക്കാരൻ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വർക്കിംഗ് അവർ കൂട്ടിയെടുത്താലേ വരുമാനം കൂടും. നമുക്ക് ഓരോരുത്തർക്കും വർക്കിംഗ് അവർ കൂട്ടിയെടുക്കാനുള്ള അവസരങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷെ അതിനെല്ലാം വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. പക്ഷെ ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ലോകത്ത് ഇതുപോലൊരു വിപ്ലവം, അതായത് സാധാരണക്കാരനും അല്ലെ സമ്പന്നനും അല്ലെങ്കിൽ സാധാരണക്കാരും വലിയവനും തമ്മിലുള്ള അന്തരം കുറക്കുന്നത് ഒരു സോഷ്യലിസം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അന്തരം കുറക്കുന്നത് ഞാൻ പറഞ്ഞത് കൂടുതൽ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോ റിലയൻസിന്റെ ഗ്രൂപ്പിലാണ് ഈ നമ്മുടെ മാട്രസ് കിട്ടിയിരുന്നത് എന്ന് വിചാരിക്കുക. റിലയൻസ് അംബാനി ഗ്രൂപ്പ് ഒരു ഒരു 1 കോടി നമ്മുടെ മാട്രസ് കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും അവരുടെ ആളുകളും വഴിയും ഒക്കെ എത്തിച്ചു. അതിന്റെ ലാഭം റിലയൻസ് എന്നുള്ള ആ മുതലാളിയിലേക്ക് മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. പക്ഷേ സാഗർ ജോഷി എന്നുള്ള വ്യക്തി, വെരി ഇൻഫർമേറ്റീവ് അട്രാക്റ്റീവ് പ്രസന്റേഷൻസ് സർ. താങ്ക് യു ഷാജി സർ. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രി ഈ മാട്രസ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലാഭം മൊത്തം റിലയൻസിനാണ്. പക്ഷേ ഇവിടെ സാഗർ ജോഷി എന്നുള്ള അദ്ദേഹം നമ്മളിലൂടെ നമ്മുടെ വായ്മൊഴിയാനുള്ള പരസ്യത്തിലൂടെ ഇത് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് നമ്മൾ മുഖാന്തരം എത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോലെ ഒരുപാട് സാധാരണപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക്, വീട്ടമ്മമാരുടെ കൈകളിലേക്ക്, വിദ്യാർത്ഥി അല്ലെ പാർട്ട് ടൈം ചെയ്യുന്നവരുടെ കൈകളിലേക്ക് അടക്കം ഈ പണം, ഇതിന്റെ ലാഭവിഹിതം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സോഷ്യലിസം. കാരണം സാധാരണക്കാരന്റെ പെർ ക്യാപിറ്റ ഇൻകം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്ന് നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും വലിയ അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോ നമുക്ക് ശക്തമായ ഒരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, ശക്തമായ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശക്തമായ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതുവരെ കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇനി മുതൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കണം. ടീം എന്ന് പറയുമ്പോൾ ടീമില് കഴിവുള്ളവരും കഴിവ് കുറഞ്ഞവരും കഴിവില്ലാത്തവരില്ല, എല്ലാവരും വ്യത്യസ്തരായ കഴിവുള്ള ആളുകളാണ്. 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരും മഹാത്ഭുതങ്ങളാണ്. എനിക്കുള്ള കഴിവ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പൊ ഓരോരുത്തരും വ്യത്യസ്തരായ കഴിവുള്ള ആളുകളാണ്. എനിക്ക് സ്റ്റേജിൽ നിന്ന് നന്നായി സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരാൾക്ക് അത് കഴിവില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ കഴിവില്ലാത്തവളായി തരം താഴ്ത്തരുതൊരിക്കലും. അദ്ദേഹത്തിന് നമുക്കില്ലാത്ത മറ്റു കഴിവുകളുണ്ടാവും. അപ്പൊ എല്ലാവരും ടീമിൽ കഴിവ് കുറഞ്ഞവരും കഴിവ് കൂടിയുള്ള വ്യത്യസ്ത സ്കില്ലുകളുള്ള ആളുകളുണ്ടാവും. ഇവരെല്ലാവരും കൂട്ടിയിണക്കി ശക്തമായ ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ അടിയുറച്ചു നിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു ടീം അല്ലെങ്കിൽ നല്ലൊരു വരുമാനത്തിലേക്ക്, പാസീവ് ഇൻകത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാ ഇവിടെ പല ആളുകളും ഡാനി സാറിനെ പോലെ അല്ലെങ്കിൽ മനോജ് സാറിനെ പോലെ ഒക്കെ തെളിയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പുതുതായിട്ടൊന്നും ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് വിജയിച്ച ലീഡേഴ്സ് എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് പോയാൽ നമുക്കും ഇതിലൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസും ഇവിടെ നമ്മുടെ ടീമിൽ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളുണ്ട്. അത് മികച്ച കഴിവ് തന്നെയാണ്. പക്ഷെ നമുക്ക് ടീമിലാകുമ്പോൾ ടീമിനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം, കൂടുതൽ നല്ലത്. കാരണം ഒറ്റക്ക് ചെയ്യാവുന്നതിന്റെ അതിനേക്കാൾ എത്രയോ മടങ്ങ് കാര്യങ്ങൾ ടീമായിട്ട് നിന്നാൽ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ട്രെയിനർ പറഞ്ഞൊരു കഥ, അതായത് നമുക്ക് ഒറ്റക്ക് ഒരു 10 കിലോ ഉയർത്താൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ 2 പേര് ഒറ്റക്ക് പൊക്കിയാൽ 20 കിലോ ഉയർത്താൻ സാധിക്കും. പക്ഷെ അവരൊരു ടീമായി നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സിനർജി, അവരുടെ എനർജിയിൽ നിന്നും ഒരു സിനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ സിനർജി ആണ് ടീം വർക്ക്. ഈ സിനർജിയിലൂടെ 2 പേര് ചിലപ്പോ 25 കിലോ ഉയർത്താൻ സാധിച്ചേക്കാം.
25 കിലോ 30 കിലോ ഉയർത്താൻ സാധിച്ചേക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, ഇവിടെ ടീം വർക്കാണ് വേണ്ടത്. ടീം വർക്കിലൂടെ നമുക്ക് അസാധ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോ അപ്പോ ടീം ബിൽഡിങ്ങിൽ വരുന്നത് ലീഡർഷിപ്പ് ഏറ്റവും പ്രധാന ഒരു ഘടകം തന്നെയാണ്. 6:50 അധികം സമയമില്ല, ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. ലീഡർഷിപ്പ് നമ്മൾ ഓരോരുത്തരും ലീഡറായി മാറണം. നമ്മുടെ ടീം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. മനോജ് സാറിൽ നിന്നല്ല നമ്മുടെ ടീം തുടങ്ങുന്നത്, ഡാനി സാറിൽ നിന്നല്ല നമ്മുടെ ടീം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ പോരായ്മകൾ, ഈ പറയുന്ന ഈ കിടക്കം പോരായ്മകൾ ഉണ്ടായേക്കാം. എൻ്റെ പോരായ്മയെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. ഈ കേട്ടിരിക്കുന്ന നിങ്ങളുടെ പോരായ്മയെ പറ്റി ചിന്തിക്കുക. പലപ്പോഴും ഞാനടക്കം വരുന്ന ആളുകൾ ഒരു മീറ്റിങ്ങിൽ പറയുമ്പോൾ ഇത് എന്നെ കുറിച്ചാണെന്നല്ല ചിന്തിക്കണത്. എക്സലന്റ് പെർഫോമൻസ് സുനിൽ സർ, താങ്ക് യു. ചന്ദ്ര സാർ, താങ്ക് യു. അപ്പോൾ എന്നെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പലപ്പോഴും നമ്മുടെ ടീമിലുള്ള പലരെ പറ്റിയും ആലോചിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ ടീം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ നമ്മളൊരു ലീഡറായി മാറുക എന്നുള്ളതാണ്. അതുപോലെ നല്ല റിലേഷൻഷിപ്പ്, പുഷ്പം, ഗെറ്റ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ, ഇതെല്ലാം കിട്ടുന്ന വെൽത്തും ഹെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ കിട്ടുന്നൊരു അവസരമാണിത്. അപ്പോൾ ഞാൻ 6:51 കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമ്മൾ ടീമിലെ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ടീം ബിൽഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സെക്കൻഡ് ലീഡേഴ്സ് ട്രെയിനിങ്ങിൽ തുടക്കക്കാരോട് പറയേണ്ടതാണോ എനിക്കറിയില്ല, എങ്കിലും എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഈ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പല പോരായ്മകളുണ്ട്. അപ്പോൾ ആ പോരായ്മകൾ നികത്തുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, എല്ലാവരോടും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ ഒരു ശക്തമായ ടീം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ടീമിൽ വ്യത്യസ്തരായ കഴിവുകളുള്ള ആളുകളുടെ കഴിവുകൾ എല്ലാം സംശീകരിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും ടീം ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെ? ടീമിന് പൊതുവായൊരു ഗോൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അതൊരു ടീമാണോ? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടമാണ്, കുറച്ച് ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എറണാകുളത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുണ്ടാവും, ഒരാൾ കൊല്ലത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുണ്ടാവും, ഒരാൾ തൃശ്ശൂർ പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുന്ന ആളുണ്ടാവും. പല പല ലക്ഷ്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഒരു ടീം എന്ന് പറയാത്തത്. അതൊരു കൂട്ടമാണ്. പക്ഷെ ഒരു ടീമാണെങ്കിൽ അവരെവിടെയാണ് പോകുന്നതെന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടാവും. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ ഡൽഹിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഞങ്ങൾ മുംബൈ നമ്മുടെ ഫാക്ടറി കാണാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ടീമാണെങ്കിൽ ടീമിന് പൊതുവായൊരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് ടീം ബിൽഡിങ്ങിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ സെയിൽസ് കൂടുമ്പോൾ, താങ്ക് യു ഷെറീഫ് സാർ, താങ്ക് യു. അപ്പോൾ സെയിൽസ് കൂടുമ്പോൾ നെഗറ്റീവ് കൂടും. ബയോട്ടോറത്തിൽ നിർഭാഗ്യവശാൽ സെയിൽസ് ഒരുപാട് വന്ന സമയത്ത് സെയിൽസിന് പുറകെ മോട്ടിവേഷൻ കൊടുത്തു ആളുകളെ സെയിൽസിന് വേണ്ടി വിട്ടു എന്നുള്ളതാണ് വലിയ പോരായ്മ. സെയിൽസ് കൂടുമ്പോൾ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ഉണ്ടാക്കുന്നത് എന്ന് പറയാവോ? സെയിൽസ് കൂടുമ്പോൾ സൂപ്പർ പ്രസന്റേഷൻ, താങ്ക് യു ശ്രീമാർ സാർ, നമസ്കാരം. അപ്പോൾ സെയിൽസ് കൂടുമ്പോൾ നെഗറ്റീവ് കൂടും. സെയിൽസ് എടുക്കുന്ന ആളുകൾ അതിനുവേണ്ടി സെയിൽസിന് വേണ്ടി അവരും ശ്രമം നടത്തുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ നെഗറ്റീവ് പടർത്താൻ അത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത്. പക്ഷെ സെയിൽസിലുമായി വരുന്ന ആളുകളെ കഴിയുന്നത് സിസ്റ്റം ബിസിനസ് പറഞ്ഞുകൊണ്ട്, നമ്മൾ ബിസിനസ് പറയൽ കുറവാണ് ഇന്നലെ വരെ, പക്ഷെ ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് പഠിപ്പിച്ച് കൂടെ വരുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ബിസിനസ് പഠിപ്പിച്ച് അവരെ സിസ്റ്റം പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് കുറയുന്നതായിരിക്കും. നമ്മുടെ ടീമിൽ വലിയ ഗ്രോത്ത് കാണിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിർഭാഗ്യവശാല് ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, കുറ്റം നമ്മുടെ പവർഫുൾ പ്രസന്റേഷൻ ഗ്രേറ്റ് ലീഡേഴ്സ് സാർ. ജയ്മോൻ ജി, നമസ്കാരം. നമ്മുടെ കരുത്തനായൊരു ലീഡറാണ് ജയ്മോൻ ജി, താങ്ക് യു. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മോട്ടിവേഷൻ വേണം. മോട്ടിവേഷനൊപ്പം നോളജ് കൂടി കൈമാറി സിസ്റ്റമാറ്റിക്കായിട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട്, താങ്ക് യു ബബിത മാഡം, സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ഇതിൽ
വിട്ടുപോയവരൊന്നും വിജയിച്ചിട്ടില്ല, വിജയിച്ചവരൊന്നും വിട്ടുപോയിട്ടുമില്ല. ഷമീർ സാർ, താങ്ക് യു. അപ്പോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നാൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചേർന്ന് നിന്നാൽ, സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ട്രെയിനിങ് ഇതിന്റെ ഒരു സിസ്റ്റമാണ്. BOP പ്രോഗ്രാമാണ്, നമ്മുടേതായ ടീമിന്റെ BOP പ്രോഗ്രാമുകൾ എല്ലാ ജില്ലകളിലും വരുന്നു. നമ്മുടെ NDOP പ്രോഗ്രാമുകൾ എല്ലാ ജില്ലകളിലും ഓരോ ചെറിയ ചെറിയ കേന്ദ്രങ്ങളിലും വരുന്നു. വർക്ക്ഷോപ്പുകളിലൂടെ നമുക്ക് ഈ ബിസിനസ്സിനെ പറ്റി മാക്സിമം കാര്യങ്ങൾ എല്ലാം പഠിച്ചു പോകാൻ എല്ലാം തികഞ്ഞവരാരും തന്നെ ഇല്ല. പക്ഷെ കഴിയുന്നത്രയും കാര്യങ്ങൾ പഠിച്ച് പോകാം. വർക്ക്ഷോപ്പ് സിസ്റ്റം, 2 ഡേ ട്രെയിനിങ്ങുകൾ. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് താങ്ക് യു ഷായ് സാർ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എന്നെ ക്ഷണിച്ച മനോജ് സാറും ഡാനി സാറിനും അഭിലാഷ് ജിക്കും യൂനസ് ജിക്കും അതുപോലെ ജയ്മോൻ ജിക്കും റസാഖ് ജിക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് നമുക്ക് സമയം അധികരിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ എന്നെ കേട്ടിരുന്ന, എന്നേക്കാൾ കഴിവും പ്രാപ്തിയും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള ആളുകളാണെന്ന് എൻ്റെ മുന്നിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. എന്നെ ശ്രവിച്ചതിന് നന്ദി. എന്നെ ഈ അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ സുബേർജി, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇതിലൂടെ വിജയിക്കുവാൻ, വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ടീം ബിൽഡിങ്ങിനെ പറ്റി സുസാറിന്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായ രീതിയിൽ സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നോട്ടുള്ള പാതയിൽ നമുക്ക് അത് വളരെ പ്രയോജനപ്പെടും. ഇത്രയും നന്നായിട്ട് ടീം ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞ സുസാറിന് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.